അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കളറ്. ഇതാണ് അങ്ങനെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഇതാണ് കളർ. നമുക്ക് അരച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ 4 പീസാക്കിയിട്ട് നീളത്തിൽ പൊളിച്ച് 2 ആക്കിയിട്ടിടും കേട്ടോ. 2 വേപ്പില ഇടും. ഞാൻ ഒരു കൈ കൊണ്ട് എടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാം ഫുള്ളായിട്ട് ചെയ്യാൻ കാണിക്കാൻ പറ്റാത്തത്. എല്ലാവരും സഹകരിക്കണം, എല്ലാവരും കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്യണം. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി കറി, നാടൻ കറിയാണ് ഞാൻ വെക്കണത് കേട്ടോ. പിന്നെ ഇത് അടുപ്പിലൊക്കെ പച്ചമുളക് കീറിയിടണം. നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഉപ്പിടണം, പുളി ഇടണം. നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം പൊടി കേട്ടോ, ഒരല്പം ഇട്ടാൽ മതി. കറി വെക്കുമ്പോൾ ഒന്ന് നോക്കണം, പൊടി ഇടുന്നുള്ളൂ. അത് ടേസ്റ്റിനാണ്. അപ്പോൾ ഇതിലിത് ഇത്രയും മഞ്ഞൾ വേണ്ട കേട്ടോ, കയ്യിൽ മതി. മഞ്ഞളുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഇത് ഇത്രയും മഞ്ഞൾപ്പൊടി മതി കേട്ടോ. അത് ഈ മഞ്ഞൾ കൂടിയാലും കൊണ്ടല്ല കളറുണ്ടാവേ, ആ കളറാണ് പൗഡർ ഉണ്ടാ. അപ്പോൾ ഇതേ അതിൻ്റെ ചെറിയ ടീസ്പൂണാണ്. ഇതിലൊരു ടീസ്പൂണ് മുളക് പൊടി. ഒന്നും വേണ്ട, ആട്ടേക്ക്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് അരക്കാം. അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അരച്ചപ്പോൾ ഒരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചിട്ടാ, കുറച്ച് ഈ പാൽ പോലെ കാണുന്നതാന്നാ. നമ്മൾ പച്ചമുളക് ഇട്ടില്ലേ അരക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതേ അരച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ചും കൂടി ഉപ്പിടണേണ് കേട്ടോ, കുറച്ച്. പിന്നെ ഇതേ ഞാൻ കുടംപുളി ഇച്ചിരി വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കണം. ഇതിലോട്ടേക്ക് ഞാൻ ഒരു പച്ചമുളക് 4 ആക്കി കീറി 2 പീസാക്കിയതാണ് കേട്ടോ. പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരെണ്ണം മതി. വാനൊന്നും ഇടാൻ നിൽക്കണ്ട. ഒരുപാട് ചേരുവകളൊന്നും ഇട്ട് വെച്ചാൽ കറി പോവില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം. ഓക്കെ. പിന്നെ ഈ കറി ഇവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. ചെറിയ തീയിലിടണം കേട്ടോ. ചെറിയ തീയിലിട്ട് അതിൽ ഒരു കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് തേങ്ങയല്ലേ പിരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടാം. നമുക്ക് പാത്രം കൊണ്ട് മൂടി വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി. നമുക്ക് മീൻ വെക്കാം. ഇത് പിന്നെ കോരാന്ന് പറയും, പിന്നെ പല്ലിമീൻ എന്ന് പറയും കേട്ടോ. നമുക്ക് ഫ്രഷാണ് മീൻ. നമുക്ക് തേങ്ങ മുളക് അരച്ച് വെക്കാം. നല്ല രസമാണ്. അപ്പോൾ കൂട്ടാത്തവരും കൂട്ടും കേട്ടോ. നല്ല മീനാണ്, നല്ല വലിയ നല്ല പെട്ടക്കണ മീനാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടക്കണ മീൻ കണ്ടപ്പോൾ ഓർത്തൊരു വീഡിയോ ഇട്ടെങ്കിലാ നമുക്കൊരു വീഡിയോ ഇടും. നമുക്ക് തേങ്ങ അരക്കണ നോക്കാം കേട്ടോ. ഇതാണ് നമ്മളെ മീൻ. അപ്പം ഞാൻ അരമുറി, ഒരു മുറിൻ്റെ പകുതി ഇട്ട്. അപ്പോൾ ഇത്രയും മീനാണ് മതി. ഒരു മുറിൻ്റെ പകുതിയാണ് ഈ തേങ്ങ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് എന്തൊക്കെ ഇടണം? ഇതിലോട്ടേക്ക് ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളി ഇടരുത് കേട്ടോ. ഇത് 5 പീസ് ഇട്ട് അതേ 1 2 3 ഉള്ളിയാണ് ഇടുന്നത്, ചുമന്ന ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഞാനിത് ഒരു വലിയ പച്ചമുളകാണ്, പച്ചമുളക് പൊടിച്ചിടലാണ് കേട്ടോ.
എല്ലാവരും പറയേ വേപ്പിലിട്ട് അരച്ചാൽ കഴിക്കൂന്ന്. കഴിക്കൂല കേട്ടാ, ധൈര്യമായിട്ട് ഇട്ടേ. ഇതേ രണ്ട് വേപ്പില കേട്ടാ, 2 വേപ്പില ഉണ്ട് കേട്ടാ. വേപ്പിലിട്ടു. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി ഇടുക. വേറെ ഒന്നും ഇടണ്ട, ഉപ്പ് ഇട്ടാൽ മതി കേട്ടാ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറിയാണ്, ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അപ്പോൾ കുറച്ച് ഒഴിക്കട്ടെ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് താളിക്കണ്ടേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും, ചുമന്ന ഉള്ളിയും വേപ്പിലയും ഉലുവൊന്നും ഇടൂല കേട്ടോ. ഞാൻ ഉലുവൊന്നും ഇടൂല, മീൻ കറിയിൽ ഉലുവൊന്നും ഇടൂല. ഇടും, വറുത്തരച്ചൊക്കെ വെക്കണതിൽ ഇടുള്ളൂ, ഇത് ഇടൂല കേട്ടോ. ഇപ്പോഴേ നമ്മളെ ഉള്ളിയും വേപ്പിലയും മൂത്ത്, അത് ചെറിയ തീയിൽ വേണം കേട്ടോ ഇടാൻ. ഒരെണ്ണം പോലും മൂക്കാത്തത് കിടക്കരുത്. അപ്പോൾ ആ കറിൻ്റെ ചുവയും രുചിയൊക്കെ മാറും. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഓക്കെ, കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് മണം മക്കളെ, നല്ല മണം. ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് കുറേ അത് ഇത് കുറേ വലിച്ച് നീട്ടി. അതുകൊണ്ട് ആ കറിക്ക് ഒരു ഗുണമില്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കറി. ഞാൻ ഈ സിമ്പിൾ കറി ഇടണ എന്തിനാന്ന്, ആയിരിക്കും പെട്ടെന്ന് ജോലിക്കാർക്കും എല്ലാവർക്കും ഒക്കെ പോകാനൊക്കെ മീൻ കറിയൊക്കെ പെട്ടെന്ന് നമുക്ക് വെക്കാമല്ലോ. 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടൊക്കെ. നമ്മളുടെ മീൻ കറി തയ്യാറാണ്. ചട്ടിയിലായതുകൊണ്ട് ഒന്ന് മീനിട്ട് തിളക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ചട്ടി കിടന്ന് വെന്തോളും. മീൻ കറി തയ്യാർ. ഓക്കെ, എല്ലാവരും വെക്കണം, വെച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കണം കേട്ടാ, സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടാ. മീനിൻ്റെ കറി തിളച്ചാൽ തീ ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ മീനെടുക്കാൻ പോയാണ്. അപ്പോൾ ഇതേ കറിയൊക്കെ തിളച്ച് പുളിയൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. കറി ഉണ്ടാകും, വെട്ടമില്ലാതെ. ഇത് മീനിതേ കഴുകി വെളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കിടാം. ഇതേപോലെ എല്ലാവരും വെക്കിട്ടാ, അറിയണവർക്കല്ല കേട്ടാ. ഇപ്പോൾ ഞാനിതിൽ കുടമ്പുളിയാണ് ഇട്ടേക്കണം. നമുക്ക് വേണമെങ്കിൽ മാങ്ങ ഇടാം കേട്ടോ. മാങ്ങ കിട്ടണില്ലല്ലോ. നമ്മൾ ഈ ചെമ്പിലും നോൺ സ്റ്റിക്കിലൊക്കെ വെക്കണമെന്ന് നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ വെക്കുമ്പോഴേ തിളക്കട്ടെ കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം വെക്കാറില്ല, ഇന്ന് ഇത്തിരി വെള്ളം വെച്ചതാണ്. വിരുന്നേരമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മൂടി വെക്കാം, ചെറിയ തീയിൽ വെക്കാം. നമുക്കിത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, താളിക്കാം.